ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഹെയറിൽ കളർ ചെയ്യാനായിട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല ഹെയർ ആണ്. ഇത് കുളമാവുകയാണെങ്കിൽ ഞാൻ ലെയർ കട്ടടിക്കും. ഞാൻ ഓൾറെഡി 1-2 തവണ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. പക്ഷേ വെറും വേസ്റ്റാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ച കളർ കിട്ടിയിട്ടില്ല. ഒരു 2 ഇയറിന് മുന്നേ ഞാൻ ചെയ്ത കളറിൻ്റെ ഷെയ്ഡാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് കോപ്പർ റെഡാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 59 രൂപയാണ്. ഞാൻ ഇപ്പോൾ രാവിലെ പോയി മേടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്ത് ഈ കളർ ഹെയറിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. സക്സസ്ഫുൾ ആകുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് നിങ്ങളുടെ ഹെയറിൽ കളർ ചെയ്താൽ മതി. ചുമ്മാ വെറുതെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വെറുതെ ക്യാഷ് കൊടുത്ത് ചുമ്മാ നമുക്ക് ആ ഒരു ക്യാഷ് വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമുക്കിതിൻ്റെ അകത്ത് നമുക്ക് ഉള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3 പ്രൊഡക്റ്റാണ്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഷാമ്പു ആണ്. അതായത് നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യേണ്ട ഷാമ്പു ആണ്. അത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു 2 ക്രീമാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 35 മിനിറ്റാണ് ഇവർ പറയുന്ന സമയം. ഈ 35 മിനിറ്റിന് ശേഷം നമ്മുടെ ഹെയർ വാഷ് ചെയ്താൽ നമുക്ക് ഈ ഒരു കളർ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിലിവർ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മളിത് യൂസ് ചെയ്ത് 24 അവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ശരിക്കും കളർ നമ്മുടെ ഹെയറിൽ വരിക എന്നുള്ളതാണ്. എന്തായാലും ഞാൻ അത്രയും ലേറ്റ് ആക്കുന്നില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇത് മിക്സ് ചെയ്യണം. ആദ്യം ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ 2 സാധനം എടുത്തിട്ടുണ്ട്. പാത്രം നിങ്ങളാരും കണ്ടിട്ട് ബോധം കണ്ടില്ല. ഇതിലാണ് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മിക്സ് ചെയ്യാം. ഞാൻ എന്തായാലും ഇതിന് കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു ക്രീം ഇതുകൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഹെയറിൽ കുറച്ചല്ല ചെയ്യുന്നത്, എന്തായാലും ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ 2 തവണയായിട്ട് കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ടോട്ടലി മൊത്തത്തിൽ ചെയ്യാം. മുടി ഡാമേജ് ആവുകയാണെങ്കിൽ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലെയർ കട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് രണ്ടും ഞാനത് ഒരുപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഹെയറിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഗേസ് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് അപ്ലൈ ചെയ്ത് തരാൻ നമുക്കൊരാളുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. മാക്സിമം നമ്മുടെ കയ്യിലും നമ്മുടെ ഫേസിൽ കണ്ണിലൊന്നും ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കവർ പേപ്പറാണ് ഇത്. ഹെയറിൽ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഞാനിത് പേസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് ശേഷം ഞാനൊന്ന് സെറ്റ് ചെയ്തെന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം കുറച്ച് ഹെയർ എടുത്ത് ഞാൻ ഇതിൽ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ആദ്യം ഇപ്പോൾ ഇത്രയും ഹെയറിൽ ഞാൻ ആദ്യം കുറച്ച് ഞാൻ എടുക്കുവാണ്. ഓക്കെ, നമുക്കിത് കൈ കൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എന്തായാലും ഇങ്ങനെയാണ് എൻ്റെ ഹെയർ എടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു പേസ്റ്റ് നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ദൈവമേ മുടി പോകല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്തായാലും നമുക്ക് എത്രത്തോളം റെഡിയായി വരും എന്നുള്ളത് അറിയില്ലല്ലോ, നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്യൂട്ടി പാർലറിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം കളറാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഹെയർ കളർ ആവുന്നുണ്ടോ, ബാക്കി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് ശേഷം അതിൻ്റെ റിവ്യൂ എങ്ങനെയാണെന്ന് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ കളർ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഓവറാക്കുന്നില്ല, കാരണം ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇനി ഞാനൊന്ന് ജസ്റ്റ് ഇതിനൊന്ന് റബ്ബർ ബാൻഡ് ഇടുവാണേ. ഓക്കെ, ആക്ച്വലി ഞാൻ ഇത്രയല്ല, എൻ്റെ ഹെയറിൽ നിറയെ, അതായത് ഇവിടെ മുതലേ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അത്രയും നമുക്ക് ഹെയർ എടുത്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി ഹെയർ എടുത്ത് ചെയ്യാം. ഞാൻ ഇനി എൻ്റെ ഈ ഹെയർ ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ മുതൽ താഴെ, അതായത് എൻ്റെ ഹെയറിൻ്റെ താഴത്തെ ഫുൾ ലെങ്തും ഞാൻ ഈ ഒരു കളറിലോട്ട് മാറ്റാനായിട്ട് ഞാനിതിനെ ട്രൈ ചെയ്യുവാണെന്നല്ല, ഞാനിതിന് കളർ ചെയ്യുവാണ്. കളർ ആകുമെന്നുള്ള 100% എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്തു തരുന്നത്. അതല്ല ഞാൻ സ്വന്തമായിട്ട് ഞാൻ ചെയ്തതൊന്നല്ല കേട്ടോ, ഞാൻ കണ്ടെത്തിയതൊന്നല്ല. അപ്പോൾ നല്ല പ്രൊഡക്റ്റ് എന്ന് എനിക്ക് റിവ്യൂ ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ആക്ച്വലി ഞാൻ മിക്സ് ചെയ്ത കളർ കുറഞ്ഞു പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. എന്തായാലും നോക്കാം. ഓക്കെ ഗേസ്, ഞാനപ്പോൾ എൻ്റെ ഹെയർ ഫുള്ളായിട്ട് ഞാൻ ലെങ്ത്, അതായത് എൻ്റെ വേറെ ഹെയർ ഇല്ല, ഞാൻ ഫുൾ ഹെയറിലും ഞാൻ താഴെ അറ്റം ഈ ഒരു കളർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ആവശ്യം ഒരു 35 മിനിറ്റ് വെയിറ്റിംഗ് ആണ്. ഞാൻ എന്തായാലും 35 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനും ബാത്ത് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. കാരണം ഇവർ ഈ പറയുന്ന ടൈമിനനുസരിച്ച് നമുക്ക് ഈ കളർ മാറുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു 35 മിനിറ്റിന് ശേഷം ഞാനൊന്ന് കുളിച്ചതിന് ശേഷം ഈ ഒരു കളർ, എൻ്റെ ഹെയറിൻ്റെ കളർ ഏതാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഏറ്റവും വലിയ ടാസ്ക് കുളി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹെയർ ഉണങ്ങാത്തതുകൊണ്ട് എനിക്ക് അറിയുന്നില്ല, പക്ഷേ എനിക്കിപ്പോൾ കളറുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഹെയർ ഉണങ്ങിയതിന് ശേഷം എൻ്റെ ഹെയറിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗേസ്, എൻ്റെ പരീക്ഷണം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നല്ല കളറായിട്ടുണ്ട് ഹെയറിൽ. ആക്ച്വലി അവർ പറയുന്ന ടൈം 24 മണിക്കൂറാണ്. 24 മണിക്കൂറിൻ്റെ അകത്ത് നമ്മുടെ ഹെയർ ആ കളർ ആകുമെന്നാണ്. ഞാനിപ്പോൾ ഏകദേശം 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു നാളെ ഇതേ സമയമാകുമ്പോൾ ഇതിൻ്റെ കളർ കറക്റ്റായിട്ട് എനിക്ക് ഹെയറിൽ നന്നായിട്ട് അറിയാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ചുമ്മാ വെറുതെ ബ്യൂട്ടി പാർലറെല്ലാം കൊണ്ട് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഞാൻ നാളെ ഇതേ സമയം നാളെ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ എൻ്റെ ഹെയറിൻ്റെ കളർ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.